എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. PSC പരീക്ഷകൾക്കായുള്ള ഓൺലൈൻ പരിശീലനത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് നമ്മളിന്ന് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഒരു പുതിയ ടോപ്പിക്ക് തുടങ്ങുന്നു. അതായത് ട്രെയിനുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. നമുക്ക് പലപ്പോഴും മത്സര പരീക്ഷകളുടെ സ്ഥിരമായി കാണുന്ന ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ സമയവും ദൂരവും എന്ന നമ്മൾ മുമ്പ് പഠിച്ച ആ ഒരു ആശയത്തിൻ്റെ തുടർച്ചയായി വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് ട്രെയിനുകൾ. അപ്പോൾ സമയവും ദൂരവും എന്ന ടോപ്പിക്കിൽ നമ്മൾ ഉപയോഗിച്ച പല ആശയങ്ങളും നമുക്ക് ട്രെയിൻ ടോപ്പിക്കിലും ആവശ്യം വരും. അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ്, ദൂരം, വേഗത, സമയം എന്നിവ കണ്ടെത്താനുള്ള ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ റിലേഷൻസ്, അതുപോലെ തന്നെ മീറ്റർ പെർ സെക്കൻഡ്, കിലോമീറ്റർ പെർ അവർ എന്നീ രണ്ട് യൂണിറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യുന്ന രീതികൾ, അതെല്ലാം ഇവിടെയും അതേപോലെ തന്നെ ബാധകമാണ്. ട്രെയിനിൻ്റെ മിക്കവാറും ചോദ്യങ്ങളിലും ഒരു 90% ചോദ്യങ്ങളിലും നമുക്ക് ഈ വേഗതയുടെ യൂണിറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം വരും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചോദ്യത്തിൻ്റെ ഒരു സ്വഭാവം ഇതായിരിക്കും: ഒരു ട്രെയിൻ മറ്റൊരു വസ്തുവിനെ മറികടക്കുന്നു, അല്ലെങ്കിൽ ഒരു ട്രെയിൻ മറ്റൊരു ട്രെയിനിനെ മറികടക്കുന്നു. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഈ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് എപ്പോഴും ട്രെയിനിൻ്റെയും ഈ രണ്ടാമത്തെ വസ്തുവിൻ്റെയും നീളവുമായി ബന്ധിപ്പിച്ചായിരിക്കും പറയുക. അതായത് ട്രെയിനിന് ഇത്ര നീളമുണ്ട്, രണ്ടാമത്തെ വസ്തുവിന് നീളമുള്ള കേസുകളുണ്ട്, അല്ലെങ്കിൽ നീളം കണക്കാക്കേണ്ടാത്ത കേസുകളുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ സഞ്ചരിക്കുന്ന ദൂരം കണക്കാക്കുക. അപ്പോൾ അതെന്തായാലും മീറ്റർ എന്ന യൂണിറ്റിലായിരിക്കും. എന്നാൽ ട്രെയിനിൻ്റെ വേഗതയാണെങ്കിൽ എപ്പോഴും കിലോമീറ്റർ പെർ അവർ എന്ന യൂണിറ്റിലായിരിക്കും. ആ ഒരു അന്തരം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ട്രെയിനുമായി ബന്ധപ്പെട്ട മിക്കവാറും എല്ലാ ചോദ്യങ്ങളിലും നമുക്ക് വേഗതയുടെ യൂണിറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത്തരം ചോദ്യങ്ങളിൽ. നമുക്ക് ട്രെയിൻ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇത് ആദ്യത്തെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രെയിനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ആശയങ്ങൾ, ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ ഒന്ന് മനസ്സിലാക്കിയ ശേഷം എക്സാമ്പിളുകളിലേക്ക് പോകാം. ട്രെയിനുകളുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ പരിഗണിക്കേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്ത് പോകാം. അതായത് ഒന്നാമത്തെ ഭാഗത്തേക്ക് നോക്കാം. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ആവശ്യം വരും. ബേസിക് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ദൂരം കണ്ടുപിടിക്കാൻ, വേഗത കണ്ടുപിടിക്കാൻ, സമയം കണ്ടുപിടിക്കാൻ ഉള്ള ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ്. അത് നമ്മൾ സമയവും ദൂരവും എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ നമ്മൾ ഇങ്ങോട്ടും കടമെടുക്കുന്നു. കാരണം ഇത് സമയവും ദൂരവും ചാപ്റ്ററിനെ ആസ്പദമാക്കിയുള്ള മറ്റൊരു ടോപ്പിക്ക് മാത്രമാണ്. അപ്പോൾ അതിൽ പ്രൊപ്പോർഷൻ ട്രയാങ്കിൾ പ്രകാരം DST, ഡി മുകളിലും എസും ടിയും താഴെയും വരുന്ന രീതിയിൽ അത് ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ ദൂരം ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ D = ST എന്ന് ഓർക്കുക. വേഗതയ്ക്കാണെങ്കിൽ S = D/T എന്നും, സഞ്ചരിക്കാനെടുക്കുന്ന സമയത്തിനാണെങ്കിൽ T = D/S എന്നും പറയും. പിന്നെ രണ്ടാമത്തെ ഭാഗത്തേക്ക് നോക്കുക. വേഗതയുടെ യൂണിറ്റുകളെ തമ്മിൽ കമ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ. വേഗതയുടെ യൂണിറ്റുകൾ നമുക്ക് ഇവിടെയും മീറ്റർ പെർ സെക്കൻഡ്, കിലോമീറ്റർ പെർ അവർ എന്നീ രണ്ട് യൂണിറ്റുകളാണ് ആവശ്യം വരിക. അത് മിക്കവാറും ചോദ്യങ്ങളിലും നമ്മൾ ഈ പറയുന്ന കൺവേർഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലാത്ത രീതിയിൽ കൃത്യമായി ഓർമ്മിച്ചിരിക്കണം. മീറ്റർ പെർ സെക്കൻഡിലുള്ള വേഗതയെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ 18/5 കൊണ്ട് ഗുണിക്കണം. അതേപോലെ രണ്ടാമത് കൊടുത്തിരിക്കുന്നത് കിലോമീറ്റർ പെർ അവറിലുള്ള വേഗതയെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാനുള്ള മാർഗ്ഗമാണ് 5/18 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ യൂണിറ്റ് കൺവേർഷനെ സംബന്ധിച്ച് ഓർത്തിരിക്കുക, വേഗതയുടെ യൂണിറ്റുകൾ. ഇനി മൂന്നാമത് കൊടുത്തിരിക്കുന്ന ഭാഗം നോക്കാം. ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സമയവും ദൂരവും ടോപ്പിക്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത എന്നാൽ ഇവിടെ ആവശ്യം വരുന്ന ഒരു കൺസെപ്റ്റാണ്. അത് നമുക്കൊന്ന് വിശദീകരിക്കാം. ഇപ്പോൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഭാഗത്ത് നമ്മൾ പല ചോദ്യങ്ങളും നമ്മൾ ചെയ്തു. ഇപ്പോൾ ഒരാൾ ഇത്ര ദൂരം സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ ഒരു കാറ് ഇത്ര ദൂരം സഞ്ചരിക്കുന്നു, ബസ് ദൂരം സഞ്ചരിക്കുന്നു. അവിടെ ഒന്നും നമുക്ക് ഈ പറയുന്ന കാറിൻ്റെ നീളം എത്ര, അല്ലെങ്കിൽ ബസ്സിൻ്റെ നീളം എത്ര എന്ന ഒരു ചോദ്യമില്ല. ശരിയല്ലേ? കാരണം അവിടെയെല്ലാം സഞ്ചരിക്കുന്ന ദൂരം, ഒരു കാറ് 50 കിലോമീറ്റർ സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ ഒരു മോട്ടോർ സൈക്കിൾ ഇത്ര ദൂരം സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സഞ്ചരിക്കുന്ന ദൂരവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ വാഹനത്തിൻ്റെ അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ നീളം വളരെ വളരെ കുറവാണ്. ഒരു കാറ് കിലോമീറ്ററുകൾ ദൂരം സഞ്ചരിക്കുമ്പോൾ ആ കാറിൻ്റെ നീളമായ ഒരു 2 മീറ്ററോ അല്ലെങ്കിൽ 3 മീറ്ററോ എന്ന് പറയുന്നത് നമുക്കവിടെ എടുത്താലും എടുത്തില്ലെങ്കിലും ഉത്തരത്തിനെ അത് ബാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആണ് നമ്മൾ ആ പറയുന്ന വാല്യൂ അവിടെ കണക്കിലെടുക്കാത്തത്. എന്നാൽ ട്രെയിനിൻ്റെ നീളം വളരെ വലിയ വാല്യൂ ആയിരിക്കും, റിലേറ്റീവ്ലി വളരെ ഉയർന്ന ഒരു വാല്യൂ ആയിരിക്കും അത് വന്നിരിക്കുക. ഉദാഹരണം പറഞ്ഞാൽ ട്രെയിൻ ഒരു പാലം കടക്കുന്നു,
അല്ലെങ്കിൽ ട്രെയിൻ ഒരു ഇത്ര ദൂരം സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ട്രെയിനിൻ്റെ നീളമെന്ന് പറയുന്നത് ഒരു ശരാശരി 200-300 മീറ്റർ വരെ വരാവുന്ന അത്രയും വലിയ ഒരു വാല്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ വാല്യൂ നെഗ്ലക്റ്റ് ചെയ്യാൻ, ഇഗ്നോർ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ആ വാല്യൂ കൂടി കണക്കിലെടുത്തായിരിക്കും ചോദ്യത്തിലേക്ക് പോവുക. അതുപോലെ തന്നെ ഒരു ട്രെയിൻ ഒരു പാലം കടക്കുന്നു അല്ലെങ്കിൽ ഒരു നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം കടക്കുന്നു എന്ന് പറയുമ്പോഴും നമുക്ക് ഇതേ കാര്യം തന്നെ വരും. നമുക്ക് ആ വാല്യൂ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചോദ്യം ചെയ്തു പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ ആശയങ്ങൾ നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാം. നോക്കാം. ഇപ്പോൾ 2 കേസുകൾ അവിടെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ കേസ് മാത്രം നോക്കാം. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രെയിൻ താരതമ്യേന നീളം കുറഞ്ഞ ഒരു വസ്തുവിനെ മറികടക്കുന്നതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇതിന് നമുക്ക് ചോദ്യങ്ങളിൽ സാധാരണയായി കാണാറുള്ള ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് എന്നൊന്ന് നോക്കാം. അതായത് ഒരു ട്രെയിൻ ട്രാക്കിനരികിൽ നിൽക്കുന്ന ഒരാളെ മറികടക്കുന്നു, അല്ലെങ്കിൽ അവിടെ ട്രാക്കിനരികിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു സിഗ്നൽ ലൈറ്റ് ഒരു മരത്തെ മറികടക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ ഈ കേസുകൾക്കെല്ലാം പൊതുവിലുള്ള ഒരു പ്രത്യേകത പറയാം. ഇവയുടെ എല്ലാം നീളം ട്രെയിനിൻ്റെ നീളത്തെ അപേക്ഷിച്ച് വളരെ വളരെ കുറവാണ്. നീളമെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഇപ്പോൾ മരത്തിൻ്റെ നീളം ഒരു വലിയ വാല്യൂ അല്ലേ എന്ന് മനസ്സിൽ തോന്നരുത്. കാരണം മരത്തെ ട്രെയിൻ മറികടക്കുമ്പോൾ നീളം എന്ന് കണക്കാക്കുന്നത് ആ മരത്തിൻ്റെ തടിയുടെ കനം മാത്രമാണ്, അല്ലേ? അപ്പോൾ അല്ലാതെ മരത്തിൻ്റെ ഹൈറ്റ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രെയിനിൻ്റെ നീളമായ ഒരു വലിയ വാല്യൂവുമായിട്ട് കമ്പയർ ചെയ്യാൻ മാത്രം വലിപ്പം ഈ പറയുന്ന വസ്തുക്കൾക്കൊന്നും ഉണ്ടാവില്ല. ഇതെല്ലാം താരതമ്യേന നീളം കുറഞ്ഞ വസ്തുക്കളാണ്. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനത്തെ കേസുകളിലെല്ലാം സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ നീളം മാത്രമായിരിക്കും. നമ്മൾ പറഞ്ഞു വന്നത് ട്രെയിൻ ഒരു താരതമ്യേന നീളം കുറഞ്ഞ വസ്തുവിനെ, ഉദാഹരണത്തിന് ഒരു മരം, ഒരു സിഗ്നൽ ലൈറ്റ്, അല്ലെങ്കിൽ ഒരു പോസ്റ്റ്, അല്ലെങ്കിൽ ഒരു ട്രാക്കിനരികിൽ നിൽക്കുന്ന ഒരാൾ എന്നിവരെയൊക്കെ മറികടക്കുമ്പോൾ ട്രെയിനിൻ്റെ നീളം മാത്രം കണക്കിലെടുത്താൽ മതി എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഭാഗത്ത് എന്താണ് പറയുന്നത് നോക്കാം. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇത്തിരി ഡിഫറൻ്റ് ആണ്. ഒരു ട്രെയിൻ എക്സ് മീറ്റർ നീളമുണ്ട്, രണ്ടാമത് ഒരു വസ്തു അതിന് വൈ മീറ്റർ നീളമുണ്ട്. അത് നമുക്ക് ചിത്രത്തിൽ തന്നെ വ്യക്തമാണ്. നമുക്ക് ട്രെയിനുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന വലിപ്പമുള്ള ഒരു വസ്തുവിനെയാണ് മറികടക്കുന്നത്. ഒരു ട്രെയിൻ താരതമ്യേന നീളം കൂടിയ ഒരു വസ്തുവിനെ മറികടക്കുമ്പോൾ ഈ നീളം കൂടിയ വസ്തുക്കൾ എന്തൊക്കെയാണ് നമുക്ക് ചോദ്യങ്ങളിൽ സാധാരണ കാണാറുള്ളത്? ഒരു ട്രെയിൻ മറ്റൊരു ട്രെയിനിനെ മറികടക്കുന്നു, ഒരു ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോം മറികടക്കുന്നു, ഒരു ടണൽ മറികടക്കുന്നു, ഒരു പാലം കടക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഉദാഹരണങ്ങളിലെ എല്ലാം പ്രത്യേകത 2 വസ്തുക്കളുടെയും നീളം നമ്മൾ കണക്കിലെടുക്കേണ്ടി വരും. കാരണം 2 വസ്തുക്കളും നീളമുള്ള വസ്തുക്കളാണ്. അതുകൊണ്ട് ഒരു ട്രെയിൻ ഇപ്പോൾ ഒരു പാലം കടക്കുന്ന കേസാണെന്ന് വിചാരിക്കുക. അപ്പോൾ ട്രെയിൻ സഞ്ചരിക്കേണ്ടി വരുന്ന ദൂരം ട്രെയിനിൻ്റെ നീളം മാത്രമല്ല, ട്രെയിനിൻ്റെ നീളത്തിൻ്റെയും പാലത്തിൻ്റെ നീളത്തിൻ്റെയും തുക ആയിരിക്കും. അതാണ് x+y എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ വ്യത്യാസം പല ചോദ്യങ്ങളിലും നമ്മൾ കണക്കിലെടുക്കേണ്ടി വരും. അതായത് ട്രെയിനിൻ്റെ നീളം മാത്രം കണക്കിലെടുത്താൽ മതിയോ, അതോ ട്രെയിനിൻ്റെ നീളവും രണ്ടാമത്തെ വസ്തുവിൻ്റെ നീളവും കണക്കിലെടുക്കണോ എന്നൊരു ചോദ്യം ട്രെയിനിൻ്റെ ചോദ്യങ്ങളിലെല്ലാം നമ്മൾ സ്വയം ചോദിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ട്രെയിനിൻ്റെ ടോപ്പിക്കിനെ പറ്റി നമ്മൾ വ്യക്തമായി ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെടുന്ന ചോദ്യങ്ങളിലേക്ക് വരാം. ചോദ്യങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മൾ ഈ ടോപ്പിക്കിൽ ഉടനീളം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ചോദ്യം നമുക്ക് കിട്ടുന്നു. ആ ചോദ്യം കിട്ടുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഈ ചോദ്യത്തിൽ നമ്മൾ ട്രെയിനിൻ്റെ നീളം മാത്രം കണക്കിലെടുത്താണോ മുന്നോട്ട് പോകുന്നത്, അതോ 2 വസ്തുക്കളുടെയും നീളം കണക്കിലെടുക്കണം. പിന്നെ രണ്ടാമത് ചെയ്യേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് വേഗതയുടെ യൂണിറ്റ് കൺവേർഷൻ ആയിരിക്കും. കാരണം വേഗത തന്നിട്ടുണ്ടെങ്കിൽ അത് km/h മാത്രമേ തരുള്ളൂ. ഇനി വേഗത കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ, അപ്പോഴും യൂണിറ്റ് km/h തന്നെ ആയിരിക്കും. എന്നാൽ നമുക്ക് കിട്ടുന്നത് m/s അല്ലെങ്കിൽ മീറ്റർ വെച്ചിട്ടുള്ള കമ്പാരിസൺ ആയിരിക്കും. അപ്പോൾ ആ ഒരു യൂണിറ്റിനെ മാറ്റുന്നതും ഈ ചോദ്യങ്ങളുടെ ഒരു നിർണായകമായ ഭാഗമാണ്. ഇനി നമുക്ക് ഏതാനും ഉദാഹരണങ്ങളിലേക്ക് വരാം. ചോദ്യം വായിക്കാം. 45 km/h വേഗതയുള്ള ഒരു ട്രെയിൻ ട്രാക്കിനരികിൽ നിൽക്കുന്ന ഒരാളെ മറികടക്കാൻ 12 സെക്കൻഡ് എടുത്തെങ്കിൽ ട്രെയിനിൻ്റെ നീളം എത്ര മീറ്റർ? ഇപ്പോൾ ട്രെയിനിൻ്റെ വേഗത നമുക്ക് തന്നിട്ടുണ്ട് 45 km/h. അത് 12 സെക്കൻഡ് കൊണ്ട് ട്രാക്കിനരികിൽ നിൽക്കുന്ന ഒരാളെ മറികടന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ട്രെയിനിൻ്റെ നീളം കണ്ടുപിടിക്കണം. നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ, ഒരു ട്രെയിൻ
ട്രാക്കിനരികിൽ നിൽക്കുന്ന ഒരാളെ മറികടക്കുന്നു. അപ്പോൾ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ നീളം മാത്രമായിരിക്കും. ശരിയല്ലേ? കാരണം ഒരാളെ മറികടക്കുക എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ നീളം മാത്രം മറികടന്നാൽ മതിയാവും. അതുകൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം തന്നെയാണ് ഇവിടെ നമ്മുടെ ഉത്തരമായ ട്രെയിനിൻ്റെ നീളം. അപ്പോൾ ദൂരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ദൂരം കണ്ടുപിടിക്കേണ്ടത് D=ST എന്ന റിലേഷനിലാണ്. D=ST, അതായത് വേഗത ഇൻറ്റു സമയം. അപ്പോൾ അതിൽ നമുക്ക് ദൂരം ഏത് യൂണിറ്റിലാണ് വേണ്ടത്? ട്രെയിനിൻ്റെ നീളം എത്ര മീറ്റർ? ചോദ്യം വ്യക്തമാണ്, മീറ്ററിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വേഗത മീറ്റർ പെർ സെക്കൻഡിലായിരിക്കണം, സമയം സെക്കൻഡിലായിരിക്കണം. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നോക്കുക. 45 km/h ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ km/h വേഗതയെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റിയ ശേഷമായിരിക്കണം ഈ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. 12 സെക്കൻഡ് എന്നുള്ള സമയത്തിന് നമ്മൾ മാറ്റമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. കാരണം 12 സെക്കൻഡ് ഓൾറെഡി നമുക്ക് ആവശ്യമുള്ള യൂണിറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ വേഗത 45 km/h. km/h ആ വേഗതയെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ അവിടെ വെച്ച് തന്നെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 45 × 5/18. അതെത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ പോകുന്നില്ല. നമ്മൾ എല്ലാം ഒരൊറ്റയടിക്ക് കാൽക്കുലേഷൻ ചെയ്ത് പോകാം. ഇനി സമയമായ 12 സെക്കൻഡും കൂടെ നമ്മൾ ആ കൂട്ടത്തിൽ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സമയം 12 സെക്കൻഡ്. ഇനി നോക്കാം, 12, 18 തമ്മിൽ ക്യാൻസലാവും. അത് 6ൻ്റെ ഗുണിതങ്ങളാണ്. 6 × 2 ആണ് 12 എങ്കിൽ 6 × 3 ആണ് 18. ഇനി ഈ 3ഉം 45ഉം തമ്മിൽ ക്യാൻസലാവുന്നു. 45/3 ചെയ്താൽ കിട്ടുന്ന 15 ആണ് അവിടെ വരിക. 15. ഇനി ബാക്കിയുള്ള കാൽക്കുലേഷൻ ചെയ്യുന്നു. അതായത് നമുക്ക് അവശേഷിക്കുന്ന കാൽക്കുലേഷൻ എന്താണ്? 5 × 2 10. ആ 10നെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന ഉത്തരം 150 മീറ്ററാണ്. 150 മീറ്റർ. അപ്പോൾ നമുക്ക് വേണ്ട ട്രെയിനിൻ്റെ നീളം എന്ന് പറയുന്നത് ഇവിടെ കിട്ടിയിരിക്കുന്ന ദൂരം തന്നെയാണ്. ഉത്തരം 150 മീറ്ററാണ്. ഈ ഒരു രീതിയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നമുക്ക് നല്ലത്. അതായത് വേഗതയെ നമ്മൾ ആദ്യമേ 45 × 5/18 എന്ന് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ വേഗത കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ ആ കിട്ടുന്ന വാല്യൂ എപ്പോഴും ഒരു എക്സാക്റ്റ് വാല്യൂ, ഒരു പൂർണ്ണസംഖ്യ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ ആ സംഖ്യ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് പിന്നീട് 12 കൊണ്ട് ഗുണിക്കുന്നതിലും നല്ലത് ഒറ്റയടിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ അങ്ങ് ചെയ്തു പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തെറ്റുപറ്റാനുള്ള സാധ്യതയും കുറയും, നമുക്ക് സമയവും കുറച്ചുകൂടി ലാഭിക്കാൻ സാധിക്കും. 220 മീറ്റർ നീളമുള്ള ട്രെയിൻ, 140 മീറ്റർ നീളമുള്ള ഒരു പാലം 72 km/h വേഗതയിൽ മറികടക്കാൻ എത്ര സെക്കൻഡ് എടുക്കും? അപ്പോൾ ട്രെയിനിൻ്റെ നീളം 220 ആണ്, പാലത്തിൻ്റെ നീളം 140 ആണ്. അപ്പോൾ ഒരു കൺഫ്യൂഷനും ഇല്ല, നമുക്ക് 2 നീളങ്ങളും എടുക്കേണ്ടി വരും. കാരണം ഒരു ട്രെയിൻ ഒരു പാലം കടക്കണമെങ്കിൽ ട്രെയിനിൻ്റെ നീളവും പാലത്തിൻ്റെ നീളവും മറികടക്കണം. അപ്പോൾ നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ മറികടക്കേണ്ട നീളം എത്രയാണ് എന്ന് മനസ്സിലാക്കുക. 220 ട്രെയിനിൻ്റെ നീളം പ്ലസ് പാലത്തിൻ്റെ നീളമായ 140 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 360 മീറ്റർ. ഓക്കെ, ഇനി 72 km/h. 72 km/h നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റേണ്ടി വരും. കാരണം നമുക്ക് ഉത്തരം വേണ്ടത് സെക്കൻഡിലാണ്. നമുക്ക് തന്നിരിക്കുന്ന നീളവും അതായത് ദൂരവും 360 മീറ്ററിലാണ്. അപ്പോൾ 72 km/h എന്നുള്ളതിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാനായിട്ട് 5/18 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ ഈ 18, 72, 18ൻ്റെ കൃത്യം 4 മടങ്ങാണ് 72. അപ്പോൾ 4 × 5 20 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് നമുക്ക് കിട്ടുക. 20 മീറ്റർ പെർ സെക്കൻഡ്. ആ 20 എന്നുള്ള വേഗത ഉപയോഗിച്ച് വേണം നമ്മൾ ചോദ്യത്തിൻ്റെ ബാക്കി ചെയ്യാൻ. അപ്പോൾ ചോദ്യത്തിൽ പറയുന്നത് സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. സമയത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? T=D/S. അപ്പോൾ D 360, S 20 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഡിവൈഡ് ചെയ്ത് ഉത്തരത്തിലേക്ക് വരാം. അപ്പോൾ 36/2 ക്യാൻസലായി കഴിഞ്ഞാൽ കിട്ടുന്നത് 18. അപ്പോൾ നമുക്ക് വേണ്ട ഉത്തരം 18 സെക്കൻഡ് ആയിരിക്കും. ട്രെയിൻ പാലം കടക്കാനെടുക്കുന്ന സമയമാണ് നമ്മൾ കണ്ടുപിടിച്ചത്, 18 സെക്കൻഡ്. അടുത്ത ചോദ്യം, 130 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 54 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു. ട്രെയിൻ ഒരു പാലം കടക്കാൻ 25 സെക്കൻഡ് എടുത്തു. പാലത്തിൻ്റെ നീളം എത്ര മീറ്റർ? അപ്പോൾ ഇവിടെ 130 മീറ്റർ നീളമുള്ള ട്രെയിൻ
54 km/h വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ട്രെയിനിൻ്റെ വേഗത 54 km/h ആണ്. അതിനെ നമ്മൾ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണം. ഇനി ഈ 54 km/h വേഗതയുള്ള ട്രെയിൻ 25 സെക്കൻഡ് കൊണ്ടാണ് പാലം കടന്നത്. ആകെ സഞ്ചരിച്ചത് 25 സെക്കൻഡ്. അപ്പോൾ നമുക്ക് ആകെ ദൂരം എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ആകെ ദൂരമെന്ന് പറയുന്നത് ഇവിടെ ട്രെയിനിൻ്റെ നീളം 130 ആണ്. പാലത്തിൻ്റെ നീളം നമുക്കറിയില്ല. അതുകൊണ്ട് പാലത്തിൻ്റെ നീളം നമ്മൾ എക്സ് എന്ന വേരിയബിൾ കൊടുക്കുന്നു. ആ ആകെ ദൂരം കണ്ടുപിടിക്കാൻ ദൂരത്തിനുള്ള ഇക്വേഷൻ എപ്പോഴും എന്തായിരിക്കും? എസ് ഇൻറ്റു ടി ആയിരിക്കും അല്ലേ? വേഗത ഇൻറ്റു സമയം. അപ്പോൾ എസ് ഇവിടെ 54 km/h ആണ്. അതിനെ നമ്മൾ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാനായിട്ട് അവിടെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എടുത്ത സമയം 25 സെക്കൻഡാണ്. 25 സെക്കൻഡ്. അപ്പോൾ ആ ക്യാൻസലേഷൻ ചെയ്യുമ്പോൾ 18 54 തമ്മിൽ ക്യാൻസലായി കഴിഞ്ഞാൽ 18ൻ്റെ കൃത്യം 3 മടങ്ങ് 54. അപ്പോൾ 3 × 5 × 25 എന്നൊരു കാൽക്കുലേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ആകെ ദൂരം, അതായത് ട്രെയിനിൻ്റെ നീളമായ 130ഉം പാലത്തിൻ്റെ നീളമായ എക്സും ചേർന്നാൽ ആകെ ദൂരം എന്ന് പറയുന്നത് 3 × 5 × 25, അതായത് 375 മീറ്ററാണ്. 375 മീറ്റർ. അപ്പോൾ ആ 375 എന്ന് പറയുന്നത് 130ഉം എക്സും കൂട്ടുമ്പോൾ കിട്ടുന്ന തുകയാണെങ്കിൽ എക്സ് എത്രയായിരിക്കും? തീർച്ചയായിട്ടും 375ൻ്റെയും 130ൻ്റെയും വ്യത്യാസമായിരിക്കും. 375ൽ നിന്ന് 130 കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് പാലത്തിൻ്റെ നീളം, അവശേഷിക്കുന്ന നീളം. 245 മീറ്ററാണ് ഉത്തരം. അടുത്ത ചോദ്യം. ഒരു ട്രെയിനിൻ്റെ നീളം 225 മീറ്ററാണ്. ട്രെയിൻ 9 സെക്കൻഡ് കൊണ്ട് ഒരു പോസ്റ്റ് കടന്നു പോയെങ്കിൽ വേഗത എത്ര km/h? ഇപ്പോൾ ട്രെയിനിൻ്റെ നീളം നമുക്കറിയാം, ഒരു പോസ്റ്റ് കടക്കാൻ എടുത്ത സമയവും നമുക്കറിയാം, 9 സെക്കൻഡ്. അപ്പോൾ ട്രെയിൻ ഒരു പോസ്റ്റ് കടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ട്രെയിനിൻ്റെ നീളം മാത്രം മറികടക്കുക അല്ലേ? അപ്പോൾ ഒരു പോസ്റ്റ് മറികടക്കാൻ ട്രെയിൻ സഞ്ചരിക്കേണ്ടത് ട്രെയിനിൻ്റെ നീളം മാത്രമാണ്. അപ്പോൾ ഈ 225 മീറ്റർ സഞ്ചരിക്കാനാണ് ട്രെയിൻ എടുത്തത് 9 സെക്കൻഡ്. അപ്പോൾ ട്രെയിനിൻ്റെ വേഗത നമുക്ക് അവിടുന്ന് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാം. വേഗത എസ് = d/t. അപ്പോൾ അതിൽ ഡി തന്നിരിക്കുന്നത് 225 മീറ്ററാണ്. ആ 225 മീറ്ററിനെടുത്ത സമയമായ 9 സെക്കൻഡ് കൊണ്ട് നമ്മൾ ഹരിക്കുന്നു. 225/9 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 25 മീറ്റർ/സെക്കൻഡ് ആണ്. 25 മീറ്റർ/സെക്കൻഡ്. അപ്പോൾ യൂണിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വേഗത എത്ര km/h എന്നാണ്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് മീറ്ററിലുള്ള ദൂരത്തെ സെക്കൻഡിലുള്ള സമയം കൊണ്ട് ഹരിച്ച് നമുക്ക് കിട്ടിയത് മീറ്റർ/സെക്കൻഡിലുള്ള വേഗതയാണ്. അപ്പോൾ ഈ 25 മീറ്റർ/സെക്കൻഡിനെ നമുക്ക് km/hലേക്ക് മാറ്റാനായിട്ട് 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ 25നെ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5 × 18, അതായത് 90 km/h എന്നാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഉത്തരം കിട്ടി. ട്രെയിനിൻ്റെ വേഗത 90 km/h. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ചുറപ്പിക്കുക. അതായത് നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് ട്രെയിനിൻ്റെ ചോദ്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്ന പ്രധാനപ്പെട്ട അടിസ്ഥാന ആശയങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്തു. അതോടൊപ്പം തന്നെ നമുക്ക് ട്രെയിനിൻ്റെ ചോദ്യങ്ങളിൽ ഏതൊക്കെയാണ് ട്രെയിനിൻ്റെ നീളം മാത്രം കണക്കാക്കുന്ന തരം ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ട്രെയിനിൻ്റെ നീളവും മറ്റ് രണ്ടാമത്തെ വസ്തുവിൻ്റെ നീളവും കണക്കിലെടുക്കേണ്ട ചോദ്യങ്ങൾ, അങ്ങനെയുള്ള 2 തരം ചോദ്യങ്ങളും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബേസിക് ലെവലിലുള്ള ഒരു ലെവൽ 1 എന്ന് പറയാവുന്ന കുറച്ച് ചോദ്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിലൂടെ ചെയ്തു പോയത്. ഇനി മുന്നോട്ട് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ഓരോ കാറ്റഗറിയിലുള്ള ട്രെയിനിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് 1 by 1 പൂർത്തീകരിക്കാം.